എല്ലാ അച്ഛനമ്മമാരെയും പോലെ അമിതമായ ഉത്കണ്ഠയുള്ള അച്ഛൻ തന്നെയാണ് സ്റ്റൈൽ മനൻ രജനികാന്തും. ഐശ്വര്യയും സൗന്ദര്യയും ജനിച്ചതിനു ശേഷം തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചെല്ലാം രജനി പലപ്പോഴായി സംസാരിച്ചിട്ടുമുണ്ട്. മക്കളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന, അവരുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്ന അച്ഛനായതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾക്കും ഒരിക്കലും എതിർപ്പ് പറഞ്ഞിട്ടില്ല. അത് പ്രണയത്തിന്റെ കാര്യമാണെങ്കിലും സിനിമയുടെ കാര്യമാണെങ്കിലും. ഐശ്വര്യ ധനുഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പ്രായ വ്യത്യാസമോ പണപ്പെരുപ്പമോ സ്റ്റാൻഡേർഡോ ഒന്നും രജനികാന്ത് നോക്കിയില്ല. അങ്ങനെ തന്നെയായിരുന്നു ഇളയമകൾ സൗന്ദര്യയുടെ കാര്യത്തിലും. നിർഭാഗ്യവശാൽ രണ്ടുപേരുടെയും ആദ്യത്തെ ദാമ്പത്യം പരാജയപ്പെട്ടു. ധനുഷുമായി വേർപിരിഞ്ഞ ഐശ്വര്യ ഇപ്പോൾ തന്റെ സിനിമാ തിരക്കുകളുമായി സജീവമാണ്. നീണ്ട 18 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് ഇരുവരും വിവാഹമോചന ഹർജി ഫയൽ ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഇരുവരും പിരിഞ്ഞാണ് താമസിച്ചിരുന്നത്. 2022 ജനുവരിയിലാണ് പരസ്പരം വേർപിരിയുന്ന വിവരം ഇരുവരും ആരാധകരെ അറിയിച്ചത്. 2004 ധനുഷും ഐശ്വര്യയും വിവാഹിതരാവുന്നത്. സഹോദരൻ സെൽവരാഘവൻ സംവിധാനം ചെയ്ത 2003 പുറത്തിറങ്ങിയ കാതൽ കൊണ്ടേൻ എന്ന ചിത്രത്തിന്റെ റിലീസോടെയാണ് ഐശ്വര്യയും ധനുഷും കണ്ടുമുട്ടുന്നത്. ഐശ്വര്യയുടെ ലാളിത്യമാണ് തന്നെ ആകർഷിച്ചതെന്ന് പിന്നീട് ധനുഷ് പറഞ്ഞിട്ടുണ്ട്. 6 മാസത്തെ പ്രണയത്തിന് ശേഷം ഇരുവരും വിവാഹിതരാവുകയായിരുന്നു. തുടർന്ന് സിനിമാ ലോകത്ത് ഉയരങ്ങൾ കീഴടക്കുന്ന ധനുഷിനെയാണ് പ്രേക്ഷകർ കണ്ടത്. പിന്നണി ഗായിക കൂടിയായ ഐശ്വര്യ ധനുഷും ശ്രുതിഹാസനും അഭിനയിച്ച 3 എന്ന ചിത്രത്തിന്റെ സഹസംവിധായക കൂടിയാണ്. തുടർന്ന് ഐശ്വര്യ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും മൂത്ത മകളുടെ കാര്യത്തിൽ രജനി അസ്വസ്ഥനാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തമിഴകത്ത് നിന്ന് പുറത്തു വരാറുണ്ടായിരുന്നു. ഇളയ മകൾ സൗന്ദര്യയുടെ കാര്യത്തിൽ ഇപ്പോൾ രജനികാന്ത് 100% ഹാപ്പിയാണ്. പക്ഷേ ഒരു സമയത്ത് വല്ലാതെ നിരാശപ്പെട്ടിരുന്നു. അശ്വിൻ രാംകുമാർ എന്ന ബിസിനസ്സുകാരനുമായി 2010 ആഡംബരമായി നടന്ന വിവാഹമായിരുന്നു സൗന്ദര്യയുടേത്. ആ ബന്ധത്തിൽ വേദ് കൃഷ്ണ എന്ന ഒരു മകനുമുണ്ട്. 2016 സൗന്ദര്യയും അശ്വിനും വേർപിരിഞ്ഞത്. മകളെ പറഞ്ഞു മനസ്സിലാക്കാനും വിവാഹമോചനം ഒഴിവാക്കാനും രജനികാന്ത് ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷേ 2017 ഔദ്യോഗികമായി ഇരുവരും വേർപിരിഞ്ഞു. 2019 വിശാഖൻ വനകമുടിയുമായുള്ള വിവാഹം കഴിഞ്ഞത്. 2022 ഇരുവർക്കുമിടയിൽ വീർ പിറന്നു. ഇപ്പോൾ വിശാഖിനൊപ്പം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് സൗന്ദര്യ. ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ചിത്രങ്ങൾ എത്രത്തോളം സന്തോഷമുള്ള ദാമ്പത്യമാണ് ഇരുവരും നയിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട എന്റെ ഭർത്താവിനൊപ്പം ഈ മാസം ഞങ്ങൾ ആഘോഷിച്ച 2 വ്യത്യസ്തവും സവിശേഷവുമായ ചടങ്ങുകളിൽ നിന്ന് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഈ ചിത്രം രജനീകാന്തിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ആരാധകരെയും സന്തോഷിപ്പിക്കുന്നതാണ്. രജനീകാന്തിന്റെ മകൾ എന്നതിനുമപ്പുറം ഗ്രാഫിക് ഡിസൈനറും പ്രൊഡ്യൂസറും സംവിധായകയുമൊക്കെയാണ് സൗന്ദര്യ രജനീകാന്ത്. ചെന്നൈയിലെ കടലിനെ അഭിമുഖീകരിക്കുന്ന ഒരു പുതിയ ഫ്ളാറ്റിന്റെ ഉടമയും കൂടിയാണ് ഐശ്വര്യ. ഇപ്പോൾ ചെന്നൈയിൽ കടലിനെ അഭിമുഖീകരിക്കുന്ന ഒരു പുതിയ വീടിന്റെ ഉടമയുമാണ് ഐശ്വര്യ. ഇപ്പോൾ 2022 ജനുവരിയിൽ ഐശ്വര്യ തന്റെ മുൻ ഭർത്താവ് ധനുഷുമായി വേർപിരിഞ്ഞ് ധനുഷിന്റെ വീട്ടിൽ നിന്ന് മാറി താമസം ആരംഭിച്ചിരുന്നു. അന്നു മുതൽ അവർ മക്കളായ യാത്രയ്ക്കും ലിംഗയ്ക്കുമൊപ്പം മാതാപിതാക്കളോടൊപ്പം അവരുടെ വീട്ടിലായിരുന്നു ജീവിച്ചിരുന്നത്. പടയപ്പ, ബാവ, ചന്ദ്രമുഖി, അൻപേ ആറുയിരെ, ശിവകാശി, മജ, സണ്ടക്കോഴി, ശിവകാശി തുടങ്ങി നിരവധി സിനിമകളിൽ ഗ്രാഫിക് ഡിസൈനറായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. കൊച്ചടയാൻ, വേലയില്ല പട്ടധാരി 2 എന്നിവയാണ് സൗന്ദര്യ സംവിധാനം ചെയ്ത സിനിമകൾ.